നമ്മളിപ്പോൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടിക്കൽ പ്ലാപ്പള്ളി പ്രദേശത്തേക്കാണ്. പ്രളയ ദുരന്തം ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഈ സംഭവത്തിലെ ദൃക്സാക്ഷികൾ സംസാരിക്കും. ഇത്രയും കുത്തുമല റോഡാണെങ്കിൽ ഇത്രയും സ്ഥലം മാത്രം നേരെ കയറി ഇവിടെ പാറ മുഴുവൻ പൊട്ടിച്ച് പുള്ളി ഇവിടുന്ന് കൊടുത്തു വിടും. ഇവിടെ പൊട്ടിച്ചു കൊടുത്തു വിടും മൊത്തം എന്നിട്ട് ഇവിടെ പ്ലേസ് ആക്കിയെടുക്കാം. ആക്കിയെടുത്താ ഇവർക്ക് പദ്ധതി കുറെ കൊടുത്തല്ലേ സർക്കാരിന്റെ ലൈഫിന്റെ. എന്താ ദൈവം അങ്ങ് ജീവിക്കാൻ പറ്റില്ല. 6 മാസം ആയെന്ന് തോന്നുന്നില്ല. ഇതിന് മുകളിൽ ഉത്ഭവ സ്ഥലമല്ലേ മുകളില. അപ്പൊ ഇതിന്റെ എരപ്പും കേട്ടില്ലേ ഈ പിള്ളേര്? ഇത് എരപ്പ് കേൾക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കായലിൽ പോയി അവിടെ ചെന്നപ്പോ അച്ചാച്ചൻ എന്തോ ഒരു മുടക്കം പോലെ തോന്നിയിട്ട് അവിടെ വിളിച്ച് ഈ സിറ്റൗട്ടിന്റെ ഇങ്ങനെ അറ്റം വരാൻ പറ്റിയില്ല. അതിനുള്ള സമയം കിട്ടി. അതിന് മുമ്പ് ഇത് അടിച്ച് പോയി. തൂണെ കെട്ടിപ്പിടിക്കാൻ നിന്നേക്ക് 2 സെക്കൻഡ് വൈകിയാൽ മറ്റേ നമ്മുടെ കുഞ്ഞനുണ്ടല്ലോ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അത് അവന്റെ അമ്മാവന്റെ വീടാ. അവിടെ ചെന്നേച്ച് കൊച്ചന്നേരം ഇങ്ങോട്ട് വരണം. റോഡിൽ ഇറങ്ങാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ ഈ ഇതുപോലത്തെ ഇറക്കം തന്നെയാ ഈ കാണുന്നു. ഇതിനകത്തോട്ടൊക്കെ അല്ലേ പോയി വീഴുന്നേ. എന്നാ ചെയ്യാൻ പറ്റും? ഏറ്റവും ഭയങ്കര അതിലേക്ക് ഇറങ്ങി അതിലേക്ക് താഴെ വരെ ചെന്നപ്പോഴത്തേനും വണ്ടിയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നുമില്ല. എന്തിനാ ഫ്രിഡ്ജ് കണ്ടാൽ മതിയല്ലോ. അങ്ങോട്ട് നോക്കി ഒരു ഫ്രിഡ്ജാ കിടക്കുന്നത്. ഇവിടെ തവിട് പൊടിയാ. ഞങ്ങള് നിങ്ങളുടെ കണ്ണുനീർ കൊടുത്ത വെള്ളോ ഈ കാണുവഴി അത്രയും പിള്ളേർ കാണുവഴി അങ്ങനെ വന്നും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞാണ് അത് പറയുന്നത്. ഞാൻ അവളം വരെ ചെന്ന് അവിടെ നിന്ന് ഇത് സാധനം വെള്ളം ഇങ്ങനെ പോരുന്ന കാണുന്നു. വെള്ളം നീ കാണുന്നുണ്ടോ? അപ്പൊ ഇവരോട് കാറി വിളിച്ചൊന്നും പറഞ്ഞില്ല. പറയാനാ ഞാൻ മാത്രം റോഡിലുള്ളൂ. ചേട്ടൻ റോഡിലുണ്ടോ? ഞാൻ റോഡിലുണ്ട്. ഈ റബ്ബറെല്ലാം കൂടി താങ്ങി വരുന്നുണ്ടപ്പോ ഞാൻ ഓടിക്കൂടി അല്ലോറെ വിളിച്ച് പറഞ്ഞു. പക്ഷെ അതൊന്നും ഇവര് കേട്ടില്ല. ആളുണ്ടായിരുന്നല്ലേ? ഇവന്മാരെ വേറെ പിള്ളേർ കമ്പനിയുണ്ട്. നമ്മുടെ 3 പെണ്ണുങ്ങളും ഞാൻ പറഞ്ഞു കടയിൽ ഞാൻ എല്ലാം ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു. ഇത് കേട്ടണ്ട അമ്മാരെ ഓടുമെന്ന് പറഞ്ഞു. പറഞ്ഞ ദിവസം എല്ലാം കണ്ണടച്ച് തുറക്കാൻ എന്താ സമയം ഇത്രയും കുത്തിറക്കമില്ലാടാ. അതുപോലത്തെ ഫാസ്റ്റായിട്ട് വരുള്ളൂ. അതൊരു മല ഇങ്ങനെ വരുന്ന പോലെയാണ് സംഭവം വരുന്നത്. ഇതെന്തോ കത്തിരുണ്ടെന്തോ. ഇതിന്റെ ഉത്ഭവം അങ്ങ് മുകളിലാണോ? 2 കിലോമീറ്റർ അത്ര ഉണ്ടല്ലേ? വനവാ? അതെല്ലാം നല്ല കിടക്കും. 2 റോഡും ഉണ്ട്. 2 റോഡ്. അപ്പൊ ഈ പാറ ചിലപ്പോ അങ്ങ് കയറി കിടപ്പുണ്ടല്ലേ? പാറയുടെ മണ്ടലം മണ്ണായോണ്ട് അങ്ങനെ വരുന്നേ. ഇത് ഇത്രയും ദൂരെ നിന്ന് വന്നതാണ് ഇത്ര പവറായി പോയത്. ഇത്ര പവറായി പോയി. ഇത് ഉരുളെന്ന് പറഞ്ഞാൽ ഉരുളും തോറും അതിന്റെ ശക്തി കൂടുക. അവിടെ ഒരാറ് വേനൽക്കാലത്ത് ഉണങ്ങി കിടക്കുന്ന പോലെ ആയി പോയി. വണ്ടി കിടക്കുന്ന അവിടെ ചെന്നപ്പോൾ തന്നെ ഈ പുള്ളിയുടെ പെരപ്പുറത്ത് വന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പുള്ളിയുടെ പെരപ്പുറത്ത് വന്നിട്ട് ചേട്ടൻ ഇവിടുന്ന് അങ്ങോട്ട് ഓടി. ഞാൻ അങ്ങോട്ട് ഓടി. ഞാൻ ഓടിക്കോടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുന്നത്. ഈ പെരപ്പുറത്ത് വീഴുന്ന സൗണ്ട് വണ്ടി കിടക്കുന്നത് അത്ര വ്യത്യസ്തമുള്ളൂ. കണ്ടോണ്ടും കൂടി ഓടി. മേട് നോക്കണ്ടേ ഓടാം. വേറെ കൂടി നോക്കാൻ ഒക്കത്തില്ലല്ലോ. ഈ ഭാര്യ ഇറങ്ങി വരുന്ന ഞാൻ കണ്ടതുവാ. അപ്പൊ ഞാൻ ഓടുക്കുന്ന അവള് റോഡിൽ വന്നതേ ഉള്ളു. അവള് പുറകോട്ട് ഓടിക്കാണും അല്ല എന്റെ കൂടെ ഓടിക്കാണും എന്നൊക്കെ ഓർക്കുന്നേ. ഇവര് 3 പേര് അവിടെ ചെറുക്കെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയുടെ അരയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിങ്ങനെ നിൽക്കും കൂടിയായിരുന്നു. അവനങ്ങനെ നിൽക്കുള്ളൂ. അല്ല ഇതിനു മുമ്പൊക്കെയാണല്ലേ അവൻ അങ്ങനെ ഒരു സ്വാധീനമല്ല. ചാടി ഓടി പോകുന്നവനാണ്. പക്ഷെ എന്നാൽ അന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അവനിങ്ങനെ ഈ അവന്റെ അമ്മയെ വിട്ടത് എങ്ങും മാറിയില്ല. ഇങ്ങനെ വട്ടം അതാ അത്ര സെക്കൻഡ് പോലും വേണ്ട വീട്ടിൽ ഓടിക്കാറ്. അതുപോലെ ഇവിടെ ഉണ്ട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിൽ എങ്ങനെ ആ വീട്ടിൽ ചെന്നൊക്കെ പോകുന്നൊക്കെ ഒന്ന് കാണണ്ട. ഇങ്ങോട്ട് കൊണ്ട് അവൻ ഇതെല്ലാം നടത്തുന്ന ഇറങ്ങണം. അവന്റെ പേര് കടന്ന് കയറി കരിങ്ങാപ്പുറത്ത് 2 കള് വിളിച്ച് ഇവിടെ വേണു ഇറങ്ങി വരുന്നു പറഞ്ഞു. വണ്ടി നീക്കി വെക്കാന്ന് പറഞ്ഞ് വേണം. ഞാൻ താഴേക്ക് പോയി നോക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയ ആ സമയം സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഉരുള എന്നുള്ളത്.
സംഭവം മനസ്സിലായി. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഉറക്കെ പറഞ്ഞു ഇതെല്ലാം പൊട്ടുന്ന സമയത്താണ് അതെല്ലാം പൊട്ടുന്നത്. ലാസ്റ്റ് ഇത് പൊട്ടി തീരുമായിരുന്നു ഉള്ളോട്ടുന്ന് ആദ്യം അതായിരുന്നു ചെറുതും വലുതല്ല ആദ്യം പൊട്ടി. നിങ്ങളെല്ലാം കണ്ടോണ്ട് ഞങ്ങൾക്ക് മുറ്റത്ത് നിന്ന് കാണാം അതിൽ എടാ ഇതെങ്ങനെ പ്രതീക്ഷിക്കുവോ ഇവിടെ ഒരു സാധനം നടക്കുമെന്ന് ആരേലും പ്രതീക്ഷിക്കുവോടാ? ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം എങ്ങോട്ടെങ്കിലും മാറുമല്ലേ? എന്നിട്ട് അവസാനമാണ് ഇത് പൊട്ടുന്നത്. ഇത് പൊട്ടി ശാന്തമായി കൊണ്ടുപോകാനുള്ള എന്തോ അതെ അത്ര ഉള്ളന്നേ. അതെ അതെ ഇല്ലില്ല. ഒരു 50 വർഷത്തിനുള്ളിൽ ഇങ്ങനെ സംഭവമില്ല. അങ്ങേ മലക്കൊക്കെ ചെറിയ ചെറിയ കോരത്തോടിന്റെ ഓർമ്മയിൽ ഇത്രയും വെള്ളം സിറ്റി വന്നിട്ടില്ല. കോരത്തോടിന്റെ ഓർമ്മയിൽ വല്യപ്പന്മാർക്ക് പോലും ഓർമ്മയില്ല. അറിയോ? കൂട്ടുകെട്ട ഉണക്ക് അത് ഇവിടുത്തെ വെള്ളം എല്ലാം കൂടെ ചെല്ലുന്നതാ. ഞാൻ പറയുന്ന കൂട്ടിക്കലൊന്നുമല്ല. ഇവിടം അതുപോലെ ഇളങ്കാടിന്റെ അങ്ങേ സൈഡിലെ മുക്കുളം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയതാ കഴിഞ്ഞ ദിവസം. അവിടെ ഒക്കെ കണ്ടാൽ സഹിക്കത്തില്ല ചേട്ടാ. നമുക്ക് എങ്ങനെ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ഒരു ചേട്ടൻ അവിടെ 4.5 ഏക്കർ സ്ഥലമുള്ള ചേട്ടൻ ഇതുപോലെ തുണ്ടുഭൂമി ഇനി മിച്ചമായേക്കുള്ളൂ. അയാൾ ഇത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒറ്റ മണിക്കൂർ 3 മണിക്കൂറിന്റെ അയാൾ വെറും പാപ്പരായി പോയി. അയാൾക്കൊരു വീടുണ്ട് ഇതുപോലെ മൊത്തം ഇടിച്ച് പറഞ്ഞ് വെച്ചേക്കുവാ. അയാൾ പറഞ്ഞു ഇതിവിടെ അങ്ങ് പോയി ഞങ്ങളങ്ങ് പോയാൽ പുള്ളി അതിനകത്തുണ്ടായിരുന്നു. പിള്ളേരെ ആ കൂട്ടത്തിൽ ഞങ്ങളങ്ങ് പോയാൽ മതിയായിരുന്നു പറയും. ഇനി എന്നെ ഒന്നും നമുക്ക് അവിടെ ഇനി കൃഷി ചെയ്യാനേ പറ്റത്തില്ല. കാരണം ഇതുപോലെ പാറ തെളിഞ്ഞ് കിടക്കുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഞങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. വേനയ്ക്ക് കിടക്കാന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഇനി ഇവിടെ വീട് വെപ്പോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടണം. എല്ലാവരും ശക്തമായ രീതിയിൽ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ അവിടെ സംസാരിക്കണം. അതിനുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തണം. നിങ്ങൾ ഇവിടെ താമസിക്കില്ല. നിങ്ങൾക്ക് വേറെ സ്ഥലവും വീടും കിട്ടാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യണം. ഇതൊക്കെ ഉണ്ടല്ലോ 2-3 ദിവസം കഴിയുമ്പോൾ ഇവന്മാർ ഇതൊക്കെ അങ്ങ് മറക്കും. എല്ലാ രാഷ്ട്രീയക്കാരും മറക്കും. നിങ്ങൾ ഈ പ്ലാപ്പള്ളിക്കാർ ഒറ്റ കെട്ടാട് നിൽക്കണം. ഒറ്റ കെട്ടാട് നിന്നോണം. അതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയം നോക്കാൻ പോലും. എന്നിട്ട് പൊക്കോണം തിരുവനന്തപുരത്തിന്. അതിന് ആരെയൊക്കെ കൂട്ടാവോ ആ സഹായം എല്ലാം ചോദിച്ചോണം. ഞങ്ങളൊക്കെ പോയി ഞങ്ങളും വരും. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ മടിയൊന്നുമില്ല. ഈ വർഷം അയാൾ ഒരു മാസമുള്ള ഈ വട്ടം പോയ കൃഷി പുത്തുമലയില് അന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ കൊടുത്തിട്ടില്ല. അറിയോ? നമ്മളത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാ. അന്ന് നമ്മൾ പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നടക്കുകയുള്ളൂ. ഒന്നും കിട്ടത്തില്ല. മേടിക്കാനുള്ള ഒറ്റ കെട്ടാട് നിർത്തിക്കോണം. സമുദായം ഒന്നും നോക്കിയേക്കല്ലേ. എല്ലാവരും കൂട്ടിക്കോണം. എന്നിട്ട് പൊക്കോണമെന്നേ തരുന്നത്. ഇവനൊന്നും റോഡിൽ ഇറക്കരുത്. നമുക്ക് കിട്ടണം. നമ്മളിനി എങ്ങനെയാണ് ഇതിന് ഒന്നും തുടങ്ങുന്നത്? നമ്മളെ മരണങ്ങൾ പോട്ടെ. നമുക്ക് ചില അറ്റാക്ക് വന്നാലും നമ്മൾ മരണപ്പെടും. നമുക്ക് സങ്കടപ്പെടാനേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളിനി ഉപജീവനം വേണ്ടേ? നമുക്ക് ഭൂമി വേണ്ടേ? ജീവിക്കണ്ടേ ഇനി മുന്നോട്ട്? ഒരു കാരണവശാലും ഇമാരെ തരത്തില്ല. ഇമാരൊക്കെ ഡയലോഗേ ഉള്ളൂ. ഇവൻ ടി വിയിലെ താരോ ഇവിടുത്തെ ഈ വീട്ടിലെ പട്ടിയായിരുന്നു. ഈ പട്ടി ഇത് ആ ഇവന്റെ കാര്യം വിട്ടുപോയല്ലോ. ഒന്നും കൊണ്ട് കൊടുക്കാൻ. ഇവനെ അവന്റെ എന്നും എല്ലാരും വന്നാലും ഇവിടെ വരും ഈ പട്ടി. എന്നാ അറിയോ? അവന്റെ ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടി വരുന്ന